ഹലോ അമിഗോസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്വാനഹാത്തോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ മെയിനായിട്ടൊരു മമ്മി മ്യൂസിയം ഉണ്ട്, അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അമ്മയുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് മമ്മി മ്യൂസിയം കാണാനാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് വേണം അകത്ത് കയറാൻ. ഓരോരോ ബാച്ചായിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുക. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാച്ചുറലായിട്ട് മമ്മിഫിക്കേഷൻ നടന്ന ബോഡികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1865 ആദ്യമായി ഈ ബോഡി കണ്ടെടുത്തത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ സെമിത്തേരിക്കൊരു ടാക്സ് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ടാക്സ് അടയ്ക്കാത്ത വരുന്ന സന്ദർഭത്തിൽ അവരവിടുത്തെ അവശിഷ്ടങ്ങൾ മാറ്റി പുതിയൊരു ബോഡിക്ക് വേണ്ടിയിട്ട് ആ സെമിത്തേരി കൊടുക്കും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കുഴിച്ചപ്പോഴാണ് ഇങ്ങനെ ബോഡികൾ ഒട്ടും നശിക്കാതെ, ഇപ്പോൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ടാൽ അറിയാം, അവരുടെ ഡ്രസ്സ് സഹിതം അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള ബോഡികളാണ് കിട്ടിയത്. അപ്പോൾ പിന്നീടുള്ള പഠനങ്ങൾ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ മണ്ണിൽ നൈട്രേറ്റിൻ്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് ഈ ബോഡികളും ഇവരുടെ ഡ്രസ്സുകളും ഒന്നും നശിക്കാത്തത്. ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് പോലും ഈ ബോഡികൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 100-ലധികം നാച്ചുറൽ മമ്മിഫിക്കേഷൻ നടന്ന ബോഡികളാണ് ആ സ്ഥലത്ത് നിന്ന് അവർ കണ്ടെത്തിയത്. അപ്പം ഈ ഗ്വാനഹാത്തോ എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം തന്നെ ഈ മമ്മി മ്യൂസിയമാണ്. ചെറിയ കുട്ടികളുടെ അടക്കം പ്രായമായവരുടെയും ഒക്കെ ബോഡികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കുട്ടികളുടെ ബോഡിയുടെ അടുത്ത് തന്നെ അവർ മരിച്ച സമയത്ത് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ആ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡ്രസ്സൊക്കെ നോക്കിയാലറിയാം അതൊന്നും നശിക്കാതെ തന്നെയാണ് ആ കുട്ടികളുടെ ബോഡിയിലും ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മമ്മിഫിക്കേഷൻ നടന്ന ബോഡി. ഇതൊരു ഗർഭസ്ഥ ശിശുവിൻ്റെ ബോഡിയാണ്. 6 മാസം അതിന് പ്രായം ഉണ്ടായുള്ളൂ. അതതിൻ്റെ ഗർഭിണിയായ സ്ത്രീയാണ് ആ താഴെ കാണുന്നത്. മ്യൂസിയത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് സെൻട്രോയിലേക്കാണ്. ഈ താഴെ കാണുന്നതാണ് ഗ്വാനഹാത്തോ സെൻട്രോ. അപ്പം ഇവിടുന്ന് ഞങ്ങളൊരു ഹൈറ്റുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ സെൻട്രോ നല്ല താഴെയായിട്ട് വരും. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇവർ ഫുണിക്കുലാർ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ട്രെയിൻ അല്ലെങ്കിൽ ചെറിയൊരു വണ്ടി പോലൊരു സാധനമാണുള്ളത്. ഒരു റെയിൽവേ ട്രാക്ക് പോലൊരു സംഭവമുണ്ട്. അതിലൂടെ ഇത് താഴേക്കും മുകളിലോട്ടും വന്ന് പോയിക്കൊണ്ടേയിരിക്കും. ടൂറിസ്റ്റുകൾക്ക് ഇതൊരു വലിയ അട്രാക്ഷൻ ആണെങ്കിലും അവിടെ താമസിക്കുന്നവരുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ അത്. ശരിക്കും അത് കുത്തനെ ഒരു ഇറക്കമാണ്. അപ്പം ആ യാത്ര ഭയങ്കര ഒരു രസമാണ്. അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. സെൻട്രോയുടെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്. ഇത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ.
സൺഡേ ആയതുകൊണ്ടായിരിക്കും അവിടെ ചെറിയ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെൻറ്ററൊക്കെ കറങ്ങി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.